അപ്പോൾ ഹലോ മക്കളെ, മമ്മി ഇന്ന് ദേ ചെറിയൊരു കാര്യം കാണിച്ചു തരാനാണ്. ചെറുതെന്ന് വെച്ചാൽ അതല്ല കാണിക്കാൻ നിന്നത്. അപ്പം നമുക്ക് നല്ലൊരു കുറച്ച് ബീഫ് റോയിൽ പോയി മേടിച്ചുകൊണ്ടു നുറുക്കിയതാ മേടിച്ചോണ്ട് നുറുക്ക് കണ്ട ഇത്ര വലിയ കഷ്ണങ്ങളാണ്. വലിയ കഷ്ണങ്ങളാണ്. അപ്പം അതൊന്ന് ചെറുതാക്കണം. പിന്നെ ഇതല്ല മെയിൻ കാര്യം മമ്മി കാണിച്ചു തരാം. എന്നിട്ടാന്നറിയാമോ? വായു ബീഫ് കൊടുക്കാനിട്ട് ഇതിപ്പോ ചോര പോട്ടെ, ബീഫിന്റെ ചോര പോട്ടെ. മമ്മി ദേ ഇത് കുക്കറിൽ ഇട്ട് പോയി മക്കളെ. എന്നിട്ടാണ് മമ്മി ഓർക്കണത്. നമുക്ക് ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്കയൊക്കെ ഇപ്പൊ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഉണ്ടാകും. നമ്മ അങ്ങനെ അപ്പം ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ മക്കളെ ഒന്ന് കാണിക്കാമെന്ന് എഴുതി. ചക്ക ഒലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ നല്ല സൂപ്പർ ചക്കയാണ്. കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്, പഴുപ്പിക്കാൻ പറ്റില്ല. കുരു നല്ല സൂപ്പർ കുരുവാണ്. അപ്പം മമ്മി ഇത് കുരു നന്നായി വെന്തു. അത് മക്കളെ കാണിക്കണോർന്ന് മറന്നുപോയി. കുരു ആദ്യം മമ്മി കുക്കറിലിട്ട് 2-3 അടിയടിച്ച് നല്ലപോലെ വെന്ത്. ഇനി ചക്ക ഇട്ടും കൊണ്ട് വേവില്ല. അപ്പം ഇനി ചക്ക ഇട്ടും കൊണ്ട് ഒരൊറ്റ വിസിലടിച്ച് തുറന്ന് കളഞ്ഞും കൊണ്ട് താളിക്കല്ല ഒലത്താം നമുക്ക്. അപ്പോൾ ഒലത്തുമ്പോൾ മമ്മി ചിലപ്പോൾ ഇച്ചിരി ബീഫ് ഇടും ചക്കയിൽ. അങ്ങനെ ഇടണ്ടെങ്കിൽ പറയാ, കാണിച്ചു തരാം. അപ്പോൾ മമ്മി അത് കാണിക്കാനാണ് വന്നേ. ചക്കൊലത്തും ബീഫും. അപ്പോൾ ബീഫിൽ കപ്പയിട്ട് വെക്കാൻ 2 കപ്പ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയിട്ട് വെച്ച് വെക്കുക, കുറച്ചെടുത്ത് നമുക്ക് ചക്കയിൽ കൂടി ഇട്ട് ചെയ്യുക അങ്ങനെ. അപ്പോൾ അത് കാണിച്ചു തരാം, വഴിയേ കാണിച്ചു തരാം. അപ്പോൾ ചക്ക വേകട്ടെ. ഓക്കേ. അപ്പം മക്കളെ നേരം പോയി, ബീഫ് വെന്തു. അപ്പം മമ്മി കുറച്ച് ഇതിനകത്തേക്ക് ചാറിടണം. ചക്ക അതിടല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ചിലപ്പോൾ തിന്നില്ല, പിന്നെ ഇട്ടാൽ വേസ്റ്റ് ആകും. എന്നിട്ട് ഇനി അത് ഇടിച്ച മുളകൊക്കെ ഇട്ട് താളിച്ചെടുക്കണം. അമ്മേ അത് മതിയില്ലേ അമ്മ? ചക്ക വലത്താൻ കപ്പയും ബീഫും വേറെ. കപ്പ അത് തന്നെ. അപ്പം മമ്മി അതിനകത്തിട്ട് ചക്ക അതിനകത്തിട്ട് ഇനി ബാക്കിയുള്ള ഇതിൽ നമുക്ക് ബീഫിട്ട് വേവിക്കാൻ നേരം വൈകി. നോയിലിപ്പോൾ വരും പാവ. ഉച്ചയ്ക്ക് ചോറ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഡയറ്റിങ്ങിലാണ്. ഉച്ചയ്ക്ക് ചോറ് തിന്നണില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ ചോറ് കൊടുക്കണ്ടേ മക്കളെ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിതൊരു വീഡിയോയും കൂടി ആക്കാലോ എന്ന് കരുതി മമ്മി എടുത്തതാണ്. ഇനി അത് അമ്മൂസ് വെളുത്തിക്കോളും. അതെ തക്കൂസ് വന്നല്ല, അതേന്ന് കാണിച്ചു കൊടുത്തേ. അവന് കടി കൊള്ളണ നേരായിട്ടുണ്ടായിരുന്നു. തക്കു ഇറച്ചി വേണോ മോനെ? ഇറച്ചി വേണോ തക്കു? ഇവിടെ ഒരാൾ ചോദിച്ചു നിക്കണ്ട്. തരാട്ടമ്മ, അമ്മ തരാ. ഒരു വിസിലല്ലേ? ഒരു വിസിൽ മതി അമ്മി. ഒരൊറ്റ വിസിൽ. ഇതാ ഇതൊരു 2 വിസില ആയിക്കോട്ടെ. മമ്മിക്ക് കൈക്ക് ഇളക്കാൻ പറ്റുന്നില്ല. ഇതിൽ ഉപ്പ് കുറവാണെന്നെ അതിൽ ഉപ്പ് കുറവാണ്. ഗ്രേശി ഇടണം 2-ൽ. ഇതൊരു 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് നോക്കി താളിക്കുക. അപ്പോൾ കറി അങ്ങനെ റെഡിയാവും. പിന്നെ നമ്മുടെ കുളി ഒക്കെ പെൻഡിങ് കിടക്കാണ്. സാരില്ല, മക്കൾ വരുമ്പോൾ ഭക്ഷണം ഫുഡ് കൊടുക്കുക, അതാണ് മെയിൻ കാര്യം. ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട്. അപ്പം കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് നോയിലിൽ വെച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം മമ്മി, ഫുഡ് ഇൻസ്പെക്ടറിന്. ഓക്കെ. അപ്പോൾ മക്കളെ ദേ നമ്മ ചക്ക കുറച്ച് ബീഫിട്ട് ചക്ക ഒലുത്തി. പക്ഷെ ചക്ക ഇങ്ങനെ കുഴഞ്ഞു പോണ ചക്കയായിരുന്നു. കുഴപ്പമില്ല, നല്ല ചക്ക, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ദേ ബീഫും കപ്പയും കൂടി ഒലുത്തി. കപ്പ കൊള്ളിലാണ്ടായിപ്പോയി. അല്ലടാ, ഉച്ചക്ക് ചോറിനാണ്ട് വന്നതാണ് മോനെ. അപ്പൊ മോനെ ചക്കക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. എന്നാ ടേസ്റ്റ് ഉണ്ടാ? എന്നാ ഞാൻ ഒഴുക്കി. ബീഫ് ഉള്ളപ്പോൾ പിന്നെ പോയി. അത് തന്നെ, കിഴങ്ങ് കൊള്ളില്ലാണ്ടായി പോയി. കിഴങ്ങ് വെന്തട്ടില്ല, എങ്ങനെ കളുന്നിരിക്കണ കിഴങ്ങ്. അപ്പോൾ മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. ഓക്കേ.